ട്രക്കിൻ്റെ സവിശേഷത എന്തൊക്കെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ ടയറുകൾ നല്ല റബ്ബർ ടയറുകളാണ് കേട്ടോ. നമുക്ക് എത്ര ഹെവി ആയിട്ടുള്ള വെയിറ്റ് താങ്ങും. 2.5 kg താങ്ങുന്ന ട്രക്കാണ്. അതുപോലെ ഇതിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ ഈ ഒരു പെട്ടിയുടെ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഡോർ ഓപ്പൺ ആക്കാൻ പറ്റും. അതുപോലെ ഇതൊരു കണ്ണാടി പോലെ ഒരു സംഭവമാണ്. അതുപോലെ ഇപ്പുറത്തെ ഡോറ് ഓപ്പൺ ആക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു സ്പെയർ വീൽ വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു ബാറ്ററി ബോക്സ് വരുന്നുണ്ട്. ഇത് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും കേട്ടോ. ഇവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് ബാറ്ററി ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് ഇവിടെ നമുക്കൊരു വിഞ്ച LED ബാറൊക്കെ കൊടുക്കാൻ പറ്റും. മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റിയ കിടു വണ്ടിയാണ്. അതുപോലെ ഇതിൻ്റെ സൈഡിലൊക്കെ ഉണ്ടോ ക്ലിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ റോപ്പും ഇതൊക്കെ കെട്ടിയിട്ട് ഇതിൻ്റെ മുകളിലൊരു ഇതുപോലെ മിലിറ്ററി കാറിൻ്റെ പോലൊരു ടെൻറ്റ് പോലെ അടിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ബാറ്ററി വരുന്നത് ഈ ഒരു കമ്പാർട്ട്മെൻറ്റിലാണ്. ഇവിടെയാണ് ബാറ്ററി നമ്മൾ കണക്ട് ചെയ്യുന്നത് കേട്ടോ. ബാറ്ററി നമ്മളിട്ടു. ഓക്കെ, ഇതിൻ്റെ സ്ക്രൂ മിസ്സിംഗ് ആണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെക്കണേ. നമുക്ക് ഇതിൻ്റെ റണ്ണിങ് പെർഫോമൻസ് എങ്ങനെയുണ്ട് നോക്കാൻ. ഓക്കെ, ഇത് റിമോട്ട് എങ്ങനെയാണ് വരുന്നത്. പവർ ഓൺ ആയി. അതുപോലെ ഇത് നമുക്ക് ട്രിം ചെയ്യാൻ പറ്റും. സ്പീഡ് നമുക്ക് കുറയ്ക്കാൻ കൂട്ടാനാണ്. അതുപോലെ സ്റ്റിയറിംഗ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ഇനി ട്രക്കിൻ്റെ സ്വിച്ച് വരുന്നത് അടിഭാഗത്താണ്. ഇത് ഇവിടെ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ലൈറ്റ് വരുന്നുണ്ട് കണ്ടോ. നമുക്ക് ഈ കണ്ണാടി തുറന്നു വയ്ക്കാം. ഇപ്പോൾ റിമോട്ട് ഓണാക്കി കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റ് ഇപ്പോൾ ഞാൻ ഓഫാക്കി ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. റിമോട്ട് ഓണാക്കി കഴിഞ്ഞാൽ കണക്റ്റഡ് ആവും. അപ്പോൾ ലൈറ്റ് സ്റ്റേബിൾ ആവും കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ഒരു ക്യാമറ ഒക്കെ അറ്റാച്ച് ചെയ്യാം. അതിൻ്റെ ഒരു ചെറിയൊരു പോർട്ടൊക്കെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. കണക്ഷൻ കൊടുക്കാനുള്ളത് ഇവിടെ ആയിട്ടുണ്ട് മുകളിൽ. അപ്പോൾ ക്യാമറ വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം കേട്ടോ. സ്റ്റിയറിംഗ് കാണിച്ചു തരാം. വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റിയറിംഗ് ആണ് കേട്ടോ. അതുപോലെ ഇത്രയും പതുക്കെ നമുക്ക് ഓടിക്കാൻ പറ്റും വണ്ടി. അതുപോലെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം ഇത് 6 വീൽ ഡ്രൈവ് ആണ് കേട്ടോ. 6 വീലും ഡ്രൈവ് ഉള്ളതാണ്. അതുകൊണ്ട് ഏത് ടെറൈനിലും ഇത് വർക്ക് ചെയ്യും, എവിടെയും ഓടും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, ബാക്കി നമുക്ക് ഇതിന്റെ റോഡിലുള്ള പെർഫോമൻസ് ആണ്.